CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന കഥകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മോഹൻലാലിന്റെ കോടിക്കണക്കിന് രൂപ കോൺഫിഡന്റ് ഫണ്ടിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം വെള്ളത്തിലായി, മോഹൻലാൽ കുത്തുവാള എടുക്കുമെന്നൊക്കെയാണ്. ഇത്തരത്തിൽ കുറെ അവിടെ ഇവിടെ തൊടാത്ത കഥകളൊക്കെ പരക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഒരുപാട് സിനിമാ നടന്മാരുടെ ഫണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മരണസമയത്ത് ഒരാളെ നമ്മൾ കണ്ടില്ല. ആന്റണി പെരുമ്പാവൂർ അവിടെ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. ആ കരച്ചിൽ റോയ് മരിച്ചതിൻ്റെതാണോ അതോ പണം പോയതിൻ്റെതാണോ എന്നൊക്കെ പലരും കമന്റിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നമുക്കറിയില്ല അതിന്റെ യഥാർത്ഥത്തിൽ സിനിമാ നടന്മാരൊക്കെ പെട്ടോ? പുറത്തു പറയാൻ കഴിയാത്ത രീതിയിൽ പണങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടോ? CJ റോയിയുടെ മരണം ഈ മാധ്യമങ്ങൾ ചില ആൾക്കാർ പറയുന്നത് പോലെ അത്ര ഈ നിഷ്കളങ്കമായ മരണമല്ല. 9,000 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യൻ പെട്ടെന്നൊരു തോക്കെടുത്ത് നെഞ്ചത്ത് വെച്ചതല്ല, നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ഇത് അദ്ദേഹത്തിന് നിലനിൽപ്പിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നാളെ കാലത്തെ അദ്ദേഹത്തിന് ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ലെന്ന് കണ്ട് തന്നെയാണ് ചെയ്തത്. എൻ്റെ മരണം കൊണ്ടെങ്കിലും ഈ പ്രസ്ഥാനം ആ ഒരു കാരണം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവട്ടെ എന്നുള്ള രീതി. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പലരും നിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നടത്തുന്നത്. എത്ര വലിയ പ്രോജക്റ്റിനും ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ പുള്ളി നടത്തിക്കൊണ്ടിരുന്നത്, ഒരു ബാങ്കിൽ നിന്നും കാശ് മേടിക്കുന്നില്ല. അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എല്ലാം അല്ലെങ്കിൽ ഈ പ്രോജക്റ്റുകളുടെ പണത്തിൻ്റെ സ്രോതസ് ഉത്തരവാദിത്തപ്പെട്ടവർ വളരെ കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം ഇദ്ദേഹത്തെ പണം ഏൽപ്പിച്ചിരുന്നവർ ആ പണം ഈ ഉത്തരവാദിത്തമുള്ള പണമോ കണക്ക് കാണിക്കുന്ന പണമോ വെളിയിൽ കാണിക്കാൻ പറ്റുന്ന പണമോ നേരാമണ്ണം ഉണ്ടാക്കിയ പണമോ അല്ല. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. ഇനി ആര് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇതിൻ്റെ കാര്യം ഇതാ. കാരണം എനിക്കറിയാം വലിയ വലിയ കോൺട്രാക്ടർമാർക്ക്, നിസ്സാരമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാൻ വേണ്ടി, വലിയ വലിയ കോൺട്രാക്ടർമാർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരാന്ന് നമ്മൾ കോടീശ്വരന്മാരുള്ള കോൺട്രാക്ടർമാർക്ക് ഈ ചീഫ് എഞ്ചിനീയർമാർ മറ്റൊരു മറിച്ചൊരുവൊക്കെ ചീഫ് എഞ്ചിനീയർമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ. കാരണം ഇവർക്ക് ഒരു മാസം കിട്ടുന്നത് 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങി 2 കോടി രൂപ ശമ്പളമാണ്. ഇത് കൊണ്ടൊന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ല, ബാങ്കിൽ ഇടാൻ പറ്റത്തില്ല. 2 കോടി രൂപ വീട്ടിൽ വെച്ചാൽ തന്നെ ഒന്ന് അടുക്കി വെച്ച് നോക്കണം തന്നെ പോയിട്ട്, അത്രയും കാണുന്നു. അപ്പൊ എല്ലാ മാസവും ഈ 2 കോടി രൂപ വെച്ച് കിട്ടിയാൽ ഇത് അടുക്കി വെക്കാനും മാത്രമല്ല, ഇത് അടുക്കി വെക്കാനും പറ്റത്തില്ല. ഇത് കാരണം കൊണ്ട് നമ്മുടെ ജീവനും പോകും. അപ്പൊ ഇതുപോലെ കള്ളപ്പണ ഉള്ളവരുടെ കയ്യിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കാലാകാലങ്ങളായിട്ട് മേടിച്ച് ബിസിനസ് നടത്തി ശീലമുണ്ടായിരുന്നു റോയ്ക്ക് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ പല മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ പല സർട്ടിഫിക്കറ്റുകളും ഒക്കെ പറഞ്ഞു മാനസിക വൈകല്യമുണ്ട്. ആരോടായി പറയുന്നത്? എന്തോ തന്നെ മാനസിക വൈകല്യം, മാനസിക വൈകൃതം അല്ലെങ്കിൽ ഈ മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാളായിരുന്നെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മാത്രമല്ല ഇത്ര ഹൈ പ്രൊഫൈൽ ജീവിക്കുന്ന ആൾക്കാരില്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടുകാർക്ക് തിരിച്ചറിയും, അതിനകത്ത് വേണ്ട സംവിധാനത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കാൻ പറയും. ഇങ്ങനെയുള്ള ഒരാളിനെ അങ്ങനെ ഇത്രയും വലിയ ബിസിനസ് മാനേജ് ചെയ്തങ്ങ് വിടുന്നതിന് വേണ്ടി സാധിക്കൂ. ഈ വൈകല്യം വന്നാൽ ബിസിനസ് മൊത്തം തകർന്നു പോകുന്നൊരവസ്ഥയില്ലേ. അപ്പം അതൊന്നുമല്ല. ഇപ്പം ഇതിനകത്ത് വന്നേക്കുന്ന സിനിമാ താരങ്ങളുടെ പണമുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ പണമുണ്ട്. ഈ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇയാൾ ഇവിടുത്തെ ലാഭമാണെന്ന് കണ്ട് ഒരുപക്ഷെ ഈ പറയുന്നിടത്ത് കൊണ്ട് ദുബായ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. അവിടുത്തെ കുരുക്കും പുതിയ കരാറിൻ്റെയും വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് ഒരുപക്ഷെ അറിയുന്നതിന് താമസിച്ച് പോയിട്ടുണ്ടോ, അതോ കുരുങ്ങിപ്പോയതോ എന്ന് അറിയത്തില്ലല്ലോ. നമ്മൾ വിചാരിക്കും നമുക്ക് ഇന്ന രീതി കൈകാര്യം ചെയ്യാം, അവിടോട്ട് കിടക്കട്ടെ എന്ന രീതി വെച്ചിട്ട് കൈകാര്യം ചെയ്ത് വന്നപ്പോൾ ഇത് ഇന്നതല്ല, അതിൻ്റെ അന്വേഷണം പുറകെ വന്നപ്പോൾ കുരുങ്ങിയതാണോ എന്നറിയത്തില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഡയറി പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 6 മാസത്തിന് മുമ്പേ വളരെ കാലമായിട്ട് ഇദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, പലവട്ടം 6 മാസം കൊണ്ട് പ്രശ്നമുണ്ടെങ്കിൽ 6 മാസം തൊട്ട് ഇതുവരെ ആ തോക്കെടുത്ത് നെഞ്ചത്ത് വെക്കുന്നിടം വരെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗം തേടി നടക്കുന്ന ഒരവസ്ഥ പുള്ളിക്കുണ്ടാവുമല്ലോ. പുള്ളി അതിനുവേണ്ടി സമീപിക്കുന്നത് നിസ്സാരക്കാരനല്ലല്ലോ. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളവരെ സമീപിച്ചു കാണും, അതുപോലെ പണമുള്ളവരെ സമീപിച്ചു കാണും. ഇവർക്കെല്ലാം പരസ്പരം ബന്ധം കാണും. ഇവരെല്ലാം കൈയൊഴിയണമെങ്കിൽ ആ പൈസ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വരൂപിച്ചിരുന്ന പൈസ, ഒരുപക്ഷെ ബ്ലോക്കായിരിക്കുന്ന പൈസ എത്തരത്തിലുള്ള പൈസയായിരിക്കും? അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ മരണത്തിന് ഈ ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരു ബന്ധുബലവും നമ്മൾ മരണത്തിന് കേട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ നമ്മൾ മരണത്തിന് കേട്ടില്ല. മരണത്തിന് ശേഷം അന്നൊന്ന് പറഞ്ഞില്ല റോയിയുടെ അന്വേഷണം വേണം, റോയിയെ കൊന്നതാ പറ്റുക, അതിന് ശേഷം ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഒന്നും കാണുന്നില്ല. മാധ്യമങ്ങൾ, മനോരമ വരെ റോയിയുടെ അന്വേഷണത്തെ പറ്റി കൃത്യമായിട്ട് വേണമെന്നുള്ള രീതിയിൽ എഴുതി തുടങ്ങിയല്ലോ. അപ്പം അതിനകത്ത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മാനേജർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞോ കുഴപ്പമുണ്ടെന്ന്, ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് കുഴപ്പമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആര് തകർക്കാൻ ശ്രമിക്കുന്നു? ഇതിൻ്റെ ദുരൂഹത വെളിയിൽ വരണം. ചുമ്മാതെ എവിടെയൊക്കെ ഇരുന്നിട്ട് തോക്കെടുത്ത് അഞ്ചത്ത് വെച്ചിട്ട് മോദിയാണോ ED ആണോ അതേ നികുതി വകുപ്പാണോ CBI ആണെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അറിയണ്ടേ? അതിനുവേണ്ടി ആൾക്കാർ തെരഞ്ഞു. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കെട്ടിയിരുന്ന
അല്ലെങ്കിൽ അവർ പൈസ കൊടുത്തിരുന്ന അവരുടെ പരസ്യം നാളെ കാലത്ത് ഉണ്ടാകുമെങ്കിൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നതിന് അപ്പുറം യൂട്യൂബ് ചാനൽ അത് എടുത്തു വെച്ചു. അത്രയേ ഉള്ളൂ പ്രശ്നം. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോയ് ബാങ്കുകളെ ഒന്നും ആശ്രയിക്കാതെ സ്വന്തമായി പണം സ്വരൂപിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും ആഡംബരത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം പണം ചെലവഴിക്കാമോ അത്രത്തോളം പണം ചെലവഴിച്ച ആളാണെന്നും ഒക്കെയാണ് പുറത്തു വരുന്ന കണക്കുകൾ. നേരത്തെ ഈ പറഞ്ഞതുപോലെ പണം നേരായ മാർഗത്തിലൂടെ അല്ലാതെ ലഭിച്ച പല ആളുകൾക്കും അത് വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ റോയിക്ക് നിക്ഷേപമായിട്ട് കൊടുക്കുന്നു. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നു. കൃത്യമായിട്ട് ലാഭവിഹിതം ബിസിനസ്സിലൂടെ ഈ റോയ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു സ്വയം ബ്രാൻഡായിട്ട് റോയ് അങ്ങ് മാറുന്നത്. ആ ബ്രാൻഡിൽ പണം നിക്ഷേപിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് കണ്ടതോടുകൂടി കൂടുതൽ ആളുകൾ നിക്ഷേപവുമായിട്ട് എത്തുന്നു. ആ നിക്ഷേപത്തിൻ്റെ ലാഭം കിട്ടിയപ്പോൾ ആ ലാഭം കൂടി ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായ ആൾക്കാരുമുണ്ട്. അങ്ങനെയാണ് റോയ് ഇന്ത്യയിൽ നിന്ന് ബിസിനസ് ദുബായ് പോലെ UAE പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ആ മേഖലകളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. അവിടെ മാറ്റിയപ്പോൾ പറഞ്ഞത് ഇത്രയും പണം എങ്ങനെ വന്നു, ഇന്ത്യയിൽ ഞാൻ ഇത്രയും ബിസിനസ് നടത്തുന്നുണ്ട്, ഈ ബിസിനസ്സിൻ്റെ ലാഭവിഹിതമാണ് ഞാനിവിടെ നിക്ഷേപിച്ചത്. അങ്ങനെ വന്നപ്പോൾ UAEക്ക് ചില സംശയങ്ങളുണ്ടായപ്പോൾ UAE ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ അധികൃതരോട് റോയ് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ട് അല്ലെ എൻ്റെ കൂടെ നിക്ഷേപം നടത്താനായിട്ട് നിരവധി ആൾക്കാരുണ്ട്, ആ പണമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു അതിൻ്റെ സ്രോതസ് കാണിക്കണം, ആരൊക്കെ തന്നു എന്ന് കാണിക്കണം. അങ്ങനെ ആരൊക്കെ പണം കൊടുത്തു, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ളത് റോയ് പറഞ്ഞില്ല. അവിടെയാണ് ഈ മോഹൻലാലിൻ്റെ പ്രശ്നം വരുന്നത്. മോഹൻലാൽ നിക്ഷേപിച്ചോ, പേര് പറയില്ല. രാഷ്ട്രീയക്കാരൻ നിക്ഷേപിച്ചോ, പേര് പറയില്ല. ഉദ്യോഗസ്ഥരുണ്ടോ, ആ പേര് പറയില്ല. ഇതൊക്കെ റോയിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. മാത്രമല്ല ഇത്രയും പണം വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ റോയ് ആ പണത്തിൽ ഏറിയ പങ്കും ആഡംബരത്തിനായിട്ട് ചെലവഴിക്കുന്നുണ്ട്. റോൾസ് റോയ്സ് കാറിൻ്റെ വില 8 കോടി മുതൽ മുകളിലേക്കാണ്. 12 എണ്ണം വീട്ടിലിരുന്നെങ്കിൽ എത്ര കോടി രൂപയായി. പലപ്പോഴും സ്വന്തം ഫ്ലാറ്റിൽ താമസിക്കാതെ ആഡംബര ഹോട്ടൽ, പ്രത്യേകിച്ച് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ഒരു ഫ്ലോർ മൊത്തമായിട്ട് വാടകയ്ക്കെടുത്താണ് താമസിക്കുന്നത്. വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന പറഞ്ഞാൽ ഒരു ദിവസത്തേക്കല്ല, അത് ഒരാഴ്ചയാകാം, ഒരു മാസമാകാം, 3 മാസമാകാം. അങ്ങനെ എത്രത്തോളം കോടി രൂപ ചെലവഴിക്കും. അപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ ഒരു സമ്പന്നനാണ് എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ പണം ചെലവഴിച്ച് ആഡംബരത്തിന് വേണ്ടി കഴിഞ്ഞ ഒരാളാണ് റോയ്. അങ്ങനെയുള്ള റോയിക്ക് ഈ പണത്തിൻ്റെ സ്രോതസ് കാണിക്കാൻ UAE ദുബായ് നോട്ടീസ് നൽകിയപ്പോൾ അല്ലെങ്കിൽ അവർ നിർദ്ദേശം നൽകിയപ്പോൾ അവർ സ്വാഭാവികമായിട്ടും സ്വന്തം രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിലേക്ക് ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. അവിടെയും ബംഗളൂരുവിലുള്ള ഇൻകം ടാക്സിനെ അല്ല അറിയിച്ചത്, കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘത്തെയാണ് കൊണ്ടുവന്നത്. കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം അവിടെ വന്ന് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ ഒരു റിപ്പോർട്ട് അങ്ങോട്ടേക്ക് അയക്കുന്നു, അതായത് UAEയിലേക്ക് അയക്കുന്നു. റോയ്ക്ക് ഒരു അപകടം നടത്തു. കാരണം എന്ന് പറയുന്നത് വൻതോതിൽ പണത്തിൻ്റെ ഫ്ലോ ഒഴുക്കുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ UAE റോയ്ക്കെതിരെ ചില അന്വേഷണങ്ങൾ നടത്തുന്നു, ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി ആദ്യം പണം നിക്ഷേപിച്ച ആൾക്കാർ റോയിയോട് പണം തിരികെ ചോദിക്കുന്നു. ആ റോയ്ക്ക് പണം തിരികെ കൊടുക്കണമെങ്കിൽ പുതിയ നിക്ഷേപകർ പണം കൊടുക്കുകയും അത് റോൾ ചെയ്യുകയും വേണം. പുതിയ നിക്ഷേപകർ പണം നൽകാതെ വന്നപ്പോൾ റോയ് നിക്ഷേപകരെ ആകർഷിക്കാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ ദുബൈയിൽ പുതിയ പ്രൊജക്റ്റ് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ പണം നിക്ഷേപിച്ചാൽ പുതിയൊരു കൂട്ടുകെട്ട്, പുതിയൊരു ബിസിനസ് ആരംഭിക്കാമെന്ന് അങ്ങോട്ട് പറയുന്നു. പക്ഷേ പുതുതായിട്ട് കൂടുതൽ നിക്ഷേപകർ വരുന്നില്ല. ഇതോടുകൂടി റോയിക്ക് ഒരു പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. ആദ്യം നിക്ഷേപിച്ച ആളുകൾക്ക് പണം നൽകാനും പറ്റുന്നില്ല, പുതുതായിട്ട് നിക്ഷേപകർ വരുന്നുമില്ല. പിന്നീട് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷേ കേസുമായി നിൽക്കുന്ന റോയിക്ക് ബാങ്കുകാർ കൂടുതൽ പണം നൽകില്ല. മാത്രമല്ല മുമ്പ് റോയ് ബാങ്കുകാരെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നുമില്ല. ഇങ്ങനെ ഒരു വല്ലാത്ത കണ്ടീഷനിലേക്ക് റോയ് കടന്നു പോകുന്നതുകൊണ്ടാണ് ആരൊക്കെയാണ് പണം നിക്ഷേപിച്ചത്, ഏതൊക്കെ ജീവനക്കാർക്കാണ് ഇതിൻ്റെ ഉള്ളുകളികൾ അറിയാവുന്നത് എന്നത് സംബന്ധിച്ചൊരു ധാരണയില്ല. അതുകൊണ്ടാണ് സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ കൂടെ നിന്ന ജീവനക്കാരെ, ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും പിരിച്ചുവിടരുതെന്ന് റോയിയുടെ മരണക്കുറിപ്പിലുള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ ഇത് സംബന്ധിച്ചുള്ള വിവരമുണ്ടാകാം. അതുകൊണ്ടാണ് ഈ റോയിയുടെ MD വന്നിച്ച് പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയുമില്ല, ഞങ്ങളുടെ അവിടെ കള്ളപ്പണം സ്വീകരിച്ചിട്ടില്ല, അത്തരത്തിൽ മാധ്യമങ്ങൾ കള്ളക്കഥ മെനയുകയാണ്. എന്തിനാണ് ഒരു വീഡിയോ സന്ദേശത്തിൽ വന്നിരുന്ന് പറയുന്നത്? മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വന്നിരുന്ന് നേരിട്ട് പറഞ്ഞൂടെ? അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം, അതിന് കൃത്യമായിട്ട് മറുപടിയും പറയാം. ഇത് ചെയ്യുന്നില്ല. അവിടെ എവിടെയോ ചില പാളിച്ചകൾ, ചില കള്ളത്തരങ്ങളുണ്ട്. ഇനി ദുബായിലെ ബിസിനസ്സിൻ്റെ കാര്യം വരുമ്പോൾ മകൻ പറയുന്നു അച്ഛൻ അത്ര ഒരു ബിസിനസ് നടത്തുന്ന കാര്യം ഞങ്ങൾക്കറിയില്ല. എന്നാൽ റോയ് തന്നെ എഴുതി കൊടുക്കുന്നു എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, എൻ്റെ എല്ലാ നീക്കങ്ങളും കൃത്യമായിട്ട് ഭാര്യയ്ക്കറിയാം, ആർക്കൊക്കെ പണം നൽകാനുണ്ട്, ആരൊക്കെ പണം നൽകി എന്ന് പറഞ്ഞാൽ നിക്ഷേപം നടത്തിയവരുടെ ലിസ്റ്റ് മുഴുവൻ റോയിയുടെ കുടുംബത്തിൻ്റെ കൈവശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മോഹൻലാലിൻ്റെ പണമുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ഈ മോഹൻലാലിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ആൻ്റണി പെരുമ്പാവൂർ ആണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ ഒരു പാളിച്ച വരുത്തിയത് നമുക്കറിയില്ല.
പക്ഷെ ഒരുപാട് ബിസിനസ്സുകാർ, ഒരുപാട് മാർവാടികൾ, ഒരുപാട് അധോലോകവുമായി ബന്ധമുള്ള ആൾക്കാരൊക്കെ റോയ്ക്ക് പണം കൊടുത്തു എന്നതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇത് അന്വേഷണ സംഘമാണ് ഔദ്യോഗികമായി പുറത്തുവിടേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ദുരൂഹത അവസാനിക്കൂ, അല്ലേ?